ദീപാവലിയുടെ മുടക്ക് കാരണം ഞങ്ങളെല്ലാവരും കൂടി അതിരപ്പള്ളിക്ക് പോകാൻ തീരുമാനിച്ചു. ഇതാണ് നിങ്ങൾ കാണുന്ന അതിരപ്പള്ളി. നിങ്ങൾ പലരും പോയിട്ടുണ്ടാവും. നമ്മുടെ ബാഹുബലിയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണ് ഈ കാണുന്നത്. കുറച്ചും കൂടി അടുത്തൊരു വ്യൂ ആണ് ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റണത്. ഇവിടെ നിങ്ങൾ കാണുന്ന പോലെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. വെള്ളമൊക്കെ കലങ്ങി മറിഞ്ഞിട്ടാണ് വരുന്നത്. ഭയങ്കര കലക്കായിട്ടാണ് വെള്ളം വന്നുകൊണ്ടിരുന്നത്. കാരണം കട്ടപ്പന ഇടുക്കി ഭാഗങ്ങളിലൊക്കെ ഭയങ്കര മഴയായിരുന്നല്ലോ. അപ്പം അതുകൊണ്ട് വെള്ളമൊക്കെ കലങ്ങി മറിഞ്ഞാണ് ഈ അതിരപ്പള്ളിയിലേക്ക് എത്തിയത്. വളരെ മനോഹരമായ കാഴ്ചയായിരുന്നു ഇവിടെ നമുക്ക് കാണാനുണ്ടായിരുന്നത്. ഈ സ്ഥലത്തേക്ക് പലതവണ ഞങ്ങൾ വന്നിട്ടുള്ളതാണ്. ട്രിപ്പ് പലതവണയെന്ന് വെച്ചാൽ ഒരു 10 പ്രാവശ്യമെങ്കിലും ഇവിടെ വന്ന് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്തവണ വളരെ സ്പെഷ്യലായിരുന്നു. കാരണം ഞങ്ങൾ താഴേക്ക് ഇറങ്ങിയായിരുന്നു. ആ വെള്ളം കുത്തിയൊലിച്ച് താഴേക്ക് വീഴുന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റിയായിരുന്നു. അവിടേക്കൊരു വഴിയൊക്കെ ഉണ്ട്. നമ്മളിനി അവിടേക്ക് പോകുന്ന വഴിയും അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകളൊക്കെ കാണും. നമുക്കത് ശ്രദ്ധിക്കാം. പപ്പയും മോളും അവിടെ വെള്ളത്തിൽ കാലൊന്നും നനക്കാന്ന് പറഞ്ഞ് പോയതാണ്. അവരിതവിടെ അങ്ങറ്റത്തുണ്ട്. അവരും കൂടെ വന്നിട്ട് വേണം മുകളിലേക്ക് പോകാനായിട്ട്. ശരി, നമുക്ക് മുകളിലേക്ക് പോയേക്കാം. കയറ്റമാണ്, ഇറങ്ങുന്ന പോലെ ആയിരുന്നില്ല. അതിനിടയിലാണ് ഒരു കാഴ്ച കണ്ടത്. ഐസ്ക്രീം എവിടെ നിന്നോ കുരങ്ങച്ചന് കിട്ടിയിട്ട് അത് തിന്നുകൊണ്ടിരിക്കുകയാണ് മൂപ്പര്. ആളവിടെ നിന്ന് ചെല്ലുമ്പോൾ വേറെ ഒരു കുരങ്ങച്ചനും കൂടി അവിടെ ഉണ്ട്. ആളുടെ കയ്യിലും ഉണ്ട് ഒരു ഐസ്ക്രീം. രണ്ടുപേർക്കും ഇവർക്കതൊരു ശീലമാണ് അവിടെ വരുന്ന വിനോദയാത്രക്കാരുടെ അടുത്തുനിന്ന് ഇതൊക്കെ തട്ടിപ്പറിച്ച് വാങ്ങിക്കൽ. ഇവിടെ വേറൊരു കുരങ്ങച്ചൻ താഴെ വീണ ഐസ്ക്രീമിൻ്റെയൊക്കെ വേസ്റ്റ് എടുത്ത് തിന്നണം. ഇതാണ് താഴേക്ക് പോകാനുള്ള വഴി. ഒത്തിരി സ്ഥലങ്ങളിൽ നിന്നുള്ള, കേരളത്തിന് പുറത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ടായിരുന്നു. ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ഇസയാണ്. ഇസയുടെ മുമ്പിലായിട്ടൊരു ആൻറ്റീനെ കാണാം. അവരെ ഞങ്ങൾ പരിചയപ്പെട്ടായിരുന്നു അതിനിടയ്ക്ക് വെച്ച്. ഇടയ്ക്ക് ഒരു 3-4 സ്റ്റെപ്പുകളുണ്ട്. സ്റ്റെപ്പുകൾ കയറാനും ഇറങ്ങാനും അല്പം ബുദ്ധിമുട്ട് തന്നെയാണ്. എന്നാലും താഴേക്ക് പോകുമ്പോൾ അത് രസകരമാണ്. അവിടെ കുറച്ച് പേര് കയറി വന്ന് ക്ഷീണിച്ചിരിക്കണതാണ് കാണുന്നത്. കുറച്ചേ ഉള്ളെന്ന് ഓർത്താണ് യാത്ര തുടങ്ങിയത്. പക്ഷേ കുറച്ചല്ലായിരുന്നു. ഇറങ്ങി അത്രയും ഭാഗമാണ് കാണുന്നത്. അവിടെ താഴോട്ട് ഇനിയും ഒരു 4 റൗണ്ട് ഇറങ്ങാനുണ്ട്. പക്ഷെ കുറേശ്ശെയാണ് ഉള്ളത്. ചിലർ സ്പീഡിൽ ചാടി ഇറങ്ങി പോകുന്നുണ്ട്. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവർ കുറച്ച് മുന്നേ വന്നിട്ട് റെസ്റ്റ് എടുക്കണമെന്നാണ് ഇപ്പോൾ അവിടെ കാണുന്നത്. ബാക്കിയുള്ളവർ കൂടി വരാൻ വേണ്ടിയിട്ട്. ഇനി അത്രയും ദൂരം അങ്ങോട്ട് ഇനിയും പോകാനുണ്ട്. നമുക്കൊന്ന് ഇറങ്ങാം. ആ യാത്രയിൽ വലിയൊരു തേരട്ടനെ കണ്ടു. അതിനെയും കൂടി ഒന്ന് പിടിച്ചതാ. ശ്രദ്ധിച്ച് വേണം നടക്കാനില്ലെങ്കിൽ വഴിക്ക് വീഴും. ഇവിടെ താഴോട്ട് എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു ടോയ്ലറ്റ് സൗകര്യമുണ്ട്. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, വൃത്തിയൊക്കെയുള്ളതാണ്. ഇനിയും ഒരല്പം കൂടെ താഴേക്ക് ചെന്നാൽ നമുക്ക് എത്തേണ്ട സ്ഥലത്തും. അങ്ങനെ നമ്മൾ നടന്നെത്തി. വാവ്, സൂപ്പർ കാഴ്ചകൾ. എന്താ ഭംഗി! മുകളിൽ നിന്ന് ആ വെള്ളം നേരെ താഴേക്ക് പതിക്കുന്നത് ഇവിടെയാണ്. ഇവിടെയും ഒത്തിരി ആളുകളുണ്ട്. സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ വീഴും നമ്മൾ. വലിയൊരു മരവും, ആ മരം വീണ് കിടക്കുന്ന അവിടെ കുറച്ച് ആളുകൾ റെസ്റ്റ് എടുക്കാനിരിക്കുന്നുണ്ട്. എന്ത് ഭംഗിയുള്ള കാഴ്ചയാണ്. ആ മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരുമ്പോഴുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ഇത് കാണുമ്പോൾ നമുക്ക് പോകും. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നമുക്കിവിടെ കാണാനുള്ളത്. നമുക്ക് അതിൻ്റെ അടുത്തേക്ക് പോവാം. ഇസയും പപ്പയൊക്കെ ക്ഷീണിച്ച് വന്ന് അവിടെ താഴ്ത്തിരിക്കുകയാണ്.
അവർ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് അതിൻ്റെ അടുത്തേക്ക് വരാമെന്നാണ് പറയണത്. അങ്ങനെ അവർ കുറച്ച് നേരം ഇരിക്കട്ടെ, നമുക്ക് പതുക്കെ താഴേക്ക് നടക്കാം. മുകളിലേക്കൊന്ന് നോക്കിയേ, അത്ര ഉയരത്തിൽ നിന്നാണ് നമ്മളിപ്പോൾ താഴേക്ക് വന്നത്. അവിടെ ആളുകൾ നിൽക്കുന്നുണ്ട്, പൊട്ടുപൊട്ട് പോലെയാണ് നമുക്ക് കാണാൻ പറ്റണത്. അവിടെ നിന്ന് ഇത്രയും താഴേക്കാണ് നമ്മൾ എത്തിയത്. എന്തായാലും അതിരപ്പള്ളി വന്നിട്ട് ഇത് കണ്ടില്ലെങ്കിൽ ശരിക്കും അതൊരു മിസ്സിങ് ആയിരിക്കും. ഈ കണ്ട ആളുകളെല്ലാവരും അവിടെ ഇറങ്ങി വന്ന് ഈ കാഴ്ച കണ്ടിട്ട് തന്നെയാണ് പോണത്. ശരി, നമുക്ക് അങ്ങോട്ട് നടക്കാം. അതിനിടയിൽ പപ്പയും മോളും കൂടി ചെറിയൊരു ഡാൻസ്. കുറച്ചടുത്തേക്ക് പോവാം. വലിയ വലിയ കല്ലുകളാണ്, സൂക്ഷിച്ച് കാലെടുത്ത് വെച്ചില്ലെങ്കിൽ വഴുക്കും. വെള്ളവും വഴുക്കലുള്ള കല്ലുകളുമാണ്. വീഡിയോ പിടിക്കുകയും മൊബൈല് ഫോട്ടോ എടുക്കുകയും സെൽഫിയൊക്കെ എടുക്കുന്നതിനിടയിൽ വീഴാനുള്ള സാധ്യത കൂടുതലുണ്ട്. വളരെ ശ്രദ്ധിച്ച് ഞാൻ വലിയ പാറകളൊക്കെ കവർ ചെയ്ത് കുറച്ചും കൂടി അടുത്തേക്ക് പോകാനുള്ളൊരു ശ്രമത്തിലാണ്. നമുക്ക് കുറച്ചും കൂടി അടുത്ത് പോയി നിന്ന് ആ കാഴ്ചകൾ കാണാം. നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ എന്തായാലും പോകണം, ഈ സ്ഥലം കാണണം. അത്രയ്ക്ക് രസമാണ്. ശരിക്കും മുകളിൽ നിന്ന് ആ വെള്ളച്ചാട്ടം കണ്ടു പോയാൽ ശരിക്കും മിസ് ചെയ്യും. താഴെ പോയി തൊട്ടടുത്തേക്ക് എത്താൻ പറ്റില്ല, അവിടെ സെക്യൂരിറ്റി ഇരിക്കുന്നുണ്ട്, കയറ് കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് കിടക്കാൻ പറ്റില്ല നമുക്കെങ്കിലും. അതിനടുത്ത് ആ വെള്ളം പറന്ന് സ്പ്രേ അടിക്കണ പോലെ നമ്മുടെ മുഖത്തേക്കൊക്കെ തെറിക്കും. രസമാണ് അതൊക്കെ. കുറേ പേര് അതിൻ്റെ കുറേയും കൂടി അടുത്ത് പോയി നിന്ന് വീഡിയോ എടുക്കുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഡേഞ്ചറസ് സോണാണ് അതൊക്കെ. ഞങ്ങളത് ഒഴിവാക്കി, അത്രയ്ക്ക് അടുത്തേക്ക് ഞങ്ങൾ പോയില്ല. നിങ്ങളും അതിരപ്പള്ളിയിൽ ട്രിപ്പ് പോയി കാണുമല്ലോ. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാഴ്ച ഏതാണെന്ന് പറയണേ, കമൻറ്റ് ചെയ്യണേ. കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവർ ഞങ്ങളോട് വീഡിയോ എടുക്കാനൊക്കെ പറയുന്നതാണ്. അവിടെ നിന്നിട്ട് ആ വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹാരിത കുറച്ചും കൂടി അടുത്ത് നിന്നെടുത്തൊരു വീഡിയോ ആണിത്. തെളിഞ്ഞല്ല ഈ വെള്ളം വീഴണത്, കാരണം നല്ല മഴയുള്ളത് കൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ കലക്കലാണ് വെള്ളം, കലങ്ങിയാണ് വെള്ളം വീഴുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഇറങ്ങി കുളിക്കാനൊന്നും പറ്റില്ല. ഞങ്ങളൊക്കെ കാഴ്ചകൾ കണ്ട് തിരിച്ച് കയറി തുടങ്ങി. ഇപ്പോൾ ഞങ്ങൾ കയറുന്ന സമയം 4 മണി കഴിഞ്ഞു. അപ്പോഴേക്കും ആളുകൾക്ക് ഒട്ടും കുറവില്ല. ആളുകൾ വീണ്ടും തുരുതുരാന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇറങ്ങിപ്പോയത്രയും തോന്നിയില്ല, കയറി വന്നപ്പോൾ പെട്ടെന്ന് എത്തിയതുപോലെയാണ് ഫീൽ ചെയ്തത്. ആളുകൾ കയറി വന്ന് അവിടെ റെസ്റ്റ് ചെയ്യാനൊക്കെ കാണാം. ഇവിടെ നിന്നാണ് നമ്മൾ പോയത്. ഇവിടെ ഒത്തിരി റെസ്റ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ അവിടെ റെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ തുടക്കത്തിൽ കണ്ട ആൻറ്റി, ഒരു ഹിന്ദിക്കാരിയായ ആൻറ്റീനെ വീണ്ടും കണ്ടു. ആൻറ്റി ഒരു ബൈ ബൈ ഒക്കെ ഞങ്ങളോട് പറഞ്ഞു. ആൻറ്റിയുടെ മകളും പേരക്കുട്ടിയാണ് കൂടെയുള്ളതെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി. അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നു. പ്രാഥമിക സൗകര്യങ്ങൾക്കുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ ലേഡീസിനും ജെൻസിനും ഉള്ള ടോയ്ലറ്റുകൾ അപ്പുറം ഇപ്പുറം 2 സൈഡുകളിലായിട്ടൊക്കെ ഉണ്ട്. അതിനിടയിൽ കൂടി കണ്ടൊരു കാഴ്ചയാണ് ഒരു അമ്മക്കുരങ്ങ് ആരുടെ കയ്യിൽ നിന്ന് ഫ്രൂട്ടി തട്ടിയെടുത്തിട്ട് കുഞ്ഞിന് കൊടുക്കുന്നത്. വേറൊരു കാഴ്ചയാണ് ഒരു കുരങ്ങൻ ഐസ്ക്രീം ആരുടെയോ കയ്യിൽ നിന്ന് തട്ടിയെടുത്തിട്ട് തിന്നണത്. ഇതൊക്കെ വളരെ രസകരമായ കാഴ്ചകളായിരുന്നു. ഇത് കൂടാതെ കുരങ്ങന്മാരുടെ ഒത്തിരി രസകരമായ കാഴ്ചകൾ കാണാനുണ്ടായിരുന്നു. വേറൊരു കാഴ്ച കണ്ടത് ഒരു പട്ടിയുടെയാണ്. ഒരു കുടുംബം ഇതുപോലെ ഒരു ഭാര്യയും ഭർത്താവും ഒരു കൊച്ചും കൂടെ ഐസ്ക്രീം വാങ്ങിയിട്ട് വരുമ്പോൾ ഒരു പട്ടി അവരുടെ പിന്നാലെ പോയതാണ്. നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോവാം. ഇപ്പോഴും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കുറച്ച് കയറിയിട്ട് കുറച്ച് സമയം അവിടെ റെസ്റ്റ് ചെയ്തു. മരത്തിനരികിലൊക്കെ ഇങ്ങനെ വട്ടത്തിൽ കെട്ടിയിട്ടിട്ടുണ്ട്, അതുകൊണ്ട് അവിടെയൊക്കെ ഇരുന്നു. ഇനി ഞാൻ പറഞ്ഞ ആ കാഴ്ചയിലേക്ക് വരാം. ഇതാണ് ആ കാഴ്ച. പട്ടി പിന്നാലെ നിൽക്കുകയാണ് അവരുടെ.
അവരുടെ ഐസ്ക്രീം കിട്ടാൻ വേണ്ടിയാണ് പട്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പട്ടി അവരുടെ പിന്നാലെ പോകുന്ന കാഴ്ച നമുക്ക് കാണാം. ആ പട്ടിക്ക് ചിലപ്പോൾ ഇതുപോലെ യാത്രക്കാർ എന്തെങ്കിലും കൊടുക്കാറുണ്ടാവും. അതുകൊണ്ടായിരിക്കും അതിങ്ങനെ പിന്നാലെ വാലാട്ടിക്കൊണ്ട് നടക്കണത്. അവർ പുറത്തേക്ക് കിടക്കാൻ നോക്കുകയാണ്. അപ്പോൾ പിന്നെ വീണ്ടും ആ പട്ടി അവരുടെ പിന്നാലെ തന്നെ പോകുന്ന കാഴ്ചയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. കഴിഞ്ഞു, നമ്മുടെ കാഴ്ചകൾ അവസാനിച്ചു. ഞങ്ങൾ പുറത്തേക്ക് എത്തി. ഇവിടെയും ഒത്തിരി ആളുകൾ ഇനി അത് പോയി കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം. പോലീസുകാരുടെ സേവനമുണ്ട്. അതുപോലെ അവിടെയുള്ള സമീപത്തുള്ള ചേച്ചിമാരവിടെ ജോലി ചെയ്യുന്നവരുണ്ട്. അവരുടെയും 5 മണിയൊക്കെ ആറായി ഞങ്ങളപ്പോഴേക്കും പുറത്തോട്ട് എത്തി വന്നപ്പോഴേക്കും. അപ്പോഴേക്കും അവിടെയുള്ള ജോലിക്കാർ ജോലി കഴിഞ്ഞ് പോകുന്നത് നമുക്ക് കാണാം. ഇവിടെയൊക്കെ ഒത്തിരി കടകളുണ്ട്. ഓക്കെ, ഇനിയൊരു കാഴ്ചകളുമായി വീണ്ടും കാണാം. താങ്ക് യു.